അപ്പോൾ നമ്മൾ അടുത്ത റീസ്റ്റോറേഷനായിട്ട് വന്നിട്ടുണ്ട്. ഇത് 2010-11 മോഡൽ ഗ്ലാമറാണ്. ഇതിൻ്റെ റീടെസ്റ്റ് വരുന്നത് 2026 ഒന്നാം മാസമാണ്. അത് നമുക്ക് ഇപ്പോൾ തന്നെ എടുക്കാനുള്ള പരിപാടിയിലാണ് നമ്മൾ വർക്ക് എടുക്കുന്നത്. ഓക്കെ, ടാക്സും റിന്യൂവലും ഇൻഷുറൻസ് പേപ്പർ ഫുള്ള് ക്ലിയർ ആക്കാണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുള്ള് പീസാക്കി പെയിൻ്റ് അടിച്ച് കയറ്റാനുള്ള പരിപാടിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഫുള്ള് നമ്മൾ അഴിച്ച് എന്തൊക്കെ കംപ്ലൈൻ്റ് ഉള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പെയിൻറ്റിങ്ങിന് കൊടുക്കുകയുള്ളൂ. അതിന് മുന്നേ മെക്കാനിക്കൽ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. അപ്പോൾ അഴിച്ച് ഫുള്ള് പീസാക്കിയിട്ടുണ്ട്. കുറച്ച് ഭാഗങ്ങൾ കംപ്ലൈൻ്റ് ഉണ്ട്, മീറ്റർ അതേപോലെ ഫോർക്ക് അങ്ങനത്തെ ഒൽസിയിൽ പോയ കാര്യങ്ങളൊക്കെ അത്യാവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പെയിൻറ്റിങ് വൃത്തിയായിട്ട് ചെയ്യാനുള്ള പരിപാടിയിൽ തന്നെയാണ്. 2010 മോഡലായതുകൊണ്ട് വലിയൊരു വർക്ക് വണ്ടിക്ക് വന്നിട്ടില്ല. മെയിൻ്റനൻസ് നോക്കി കൊണ്ടുനടക്കുന്ന ഒരാളെ കയ്യിലായതുകൊണ്ട് അത്യാവശ്യം വണ്ടി വലിയൊരു വർക്കിൻ്റെ കാര്യം വന്നിട്ടില്ല. ബാക്കി പെയിൻറ്റിങ് വർക്കും കാര്യങ്ങളും പിന്നെ കുറച്ച് സാധനങ്ങൾ മാറ്റാനും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മീറ്റർ ഗ്ലാസ് കാര്യങ്ങളൊക്കെ പുതിയത് ഇടാണ്. അത് പുതിയ വാങ്ങി കിട്ടുന്നുണ്ട്. ആദ്യമേ സ്റ്റിക്കർ കാര്യങ്ങൾ അതൊക്കെ നമ്മൾ പുതിയത് വെക്കുകയാണ്. ഫുള്ള് പെയിൻറ്റിങ് കാര്യങ്ങൾ കഴിഞ്ഞ് അതിൻ്റെ ഓരോ പീസ് കാര്യങ്ങൾ കയറ്റുന്നതാണ്. അപ്പോൾ 2010-11 രജിസ്ട്രേഷനാണ് വണ്ടി വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ പെയിൻറ്റിങ് കാര്യങ്ങളും മെക്കാനിക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പേപ്പർ വർക്ക് റിന്യൂവൽ ചാർജ് ഇപ്പോൾ കൂടിയ നിരക്ക് ഇതിന് വന്നിട്ടില്ല. 20 വർഷം കഴിഞ്ഞ വണ്ടിയൊക്കെ കൂടിയ റിന്യൂവൽ ചാർജ് വന്നിട്ടുള്ളൂ. ഇതിനെ സംബന്ധിച്ചിടത്തോളം സാധാ ഫീസിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കിൽ ബോഡി ചെറിയ പൊട്ടുണ്ടായതുകൊണ്ട് നമ്മൾ ബാക്കിൽ ബോഡി പുതിയത് വെക്കുകയാണ്. അതേപോലെ ബ്രേക്ക് ലൈറ്റ് ഗ്ലാസ് അഴിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ മണ്ണ് കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടൊക്കെ ക്ലീൻ ചെയ്തിട്ട് കയറ്റണത്. ഓക്കെ, ഇതിൻ്റെ ടൂൾസ് ബോക്സാണ്. അതും പെയിൻ്റ് അടിച്ച് പുറത്തിറക്കി പെയിൻ്റ് അടിച്ച് കയറ്റിയതാണ്. ഓക്കെ, ഹെഡ്ലൈറ്റ് കാര്യങ്ങൾ മങ്ങലുണ്ടായിരുന്നു. ഹെഡ്ലൈറ്റിന് അത് കട്ട് ചെയ്ത് പോളിഷ് ചെയ്താണ്ട് നല്ല ക്ലിയറിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ കുറഞ്ഞ മോഡൽ വണ്ടികൾ റിന്യൂവൽ ആയാലും ഇനിയിപ്പോൾ റിന്യൂവൽ എടുക്കാതെ തന്നെ വൃത്തിയാക്കണം എന്നുണ്ടെങ്കിലും നമ്മളെ പേജുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. നമ്മളുടെ കേൾട്ടൺ ഹോം ഗാരേജ് ആണ് നമ്മുടെ പേജ് വരുന്നത്. വിളിച്ചാൽ സ്പോട്ടിൽ വന്നാണ്ട് വണ്ടി എടുത്ത് കൊടുന്ന് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്താണ്ട് നമ്മളവിടെ എത്തിക്കും. ഓക്കെ, ബൈക്കായാലും സ്കൂട്ടി ആയാലും കാറായാലും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ സ്പോട്ടിൽ വന്നിട്ട് തന്നെ വണ്ടി കൊണ്ടുപോകും. ഇനിയിപ്പോൾ റണ്ണിങ് അല്ലാത്ത വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടിയിൽ കയറ്റി കൊടുത്തിട്ട് വർക്ക് എടുത്താണ്ട് നമ്മൾ എത്തിച്ചു തരും. അതേപോലെ നമ്മൾ ബാക്കിലെ പിടുത്തം നിക്ലിങ് ചെയ്തിട്ടുണ്ട്. അതെന്താ വെച്ചാൽ നമ്മൾ മറ്റേതൊക്കെ പെയിൻ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിയർപ്പ് കൈയിൻ്റെ ഇതൊക്കെ തട്ടി കഴിഞ്ഞാൽ അത് പൊളിഞ്ഞു പോരും. അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയിൽ നിക്ലിങ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. വണ്ടി ഫുൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളും അതേപോലെ നമ്മൾ ടാങ്ക് കവർ വെച്ചിട്ടുണ്ട്. ടാങ്ക് കവർ നമുക്ക് മൊബൈൽ കാണുന്ന രീതിയിലുള്ള ടാങ്ക് കവർ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതിൽ ഇട്ടാണ്ട് നമുക്ക് കൂള് വരുമ്പോൾ എടുക്കാനും വരുമ്പോഴുള്ള കൂള് കാണാനൊക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ട് വെള്ളം കയറാത്ത രീതിയിലുള്ള ടാങ്ക് കവർ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ടാങ്ക് കവർ നമ്മൾ ചെയ്യുന്നത് തന്നെയാണ്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. 350 രൂപയാണ് ടാങ്ക് കവറിന് വരുന്നത്. ഓക്കെ, കൊറിയർ ചെയ്തു തരും. ഓക്കെ, ഇതാണ് ഫൈനൽ ലുക്ക് വണ്ടീൻ്റെ. അത്യാവശ്യം നല്ല ഉഷാറായിട്ട് പെയിൻറ്റിങ് കാര്യങ്ങളും മെക്കാനിക് വർക്ക് കാര്യങ്ങൾ ലൈറ്റ് എല്ലാം കത്തിച്ച് ഒക്കെ ക്ലിയർ ആക്കിയാണ്ട് വണ്ടി റിന്യൂവലിന് കൊണ്ടുപോകാനുള്ള റെഡിയിൽ നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഏതെങ്കിലും വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. മൊബൈൽ നമ്പർ നമ്മളടിയിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.